ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇർഫൂസ് കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളി ചാള മുളക് ചാറട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് നോക്കാം. അതിനു മുൻപേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇങ്ങോട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഐറ്റം നമ്മുടെ കുഞ്ഞമ്മത്തി തന്നെ കേട്ടോ. പിന്നെ ഒരു വാളം ചുമന്നുള്ളി, ഒരു 4-5 എരിവുള്ള പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി, ഇത്രയും മാത്രം മതി കേട്ടോ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാള മുളകിട്ടത് തയ്യാറാക്കാൻ. അപ്പോൾ ഇതെല്ലാം ഒന്നങ്ങ് ചതച്ചെടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവയൊന്ന് പൊട്ടിച്ചെടുത്ത് അതിലേട്ട് ആദ്യമേ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേട്ട് അധിക ആർഭാട സാധനങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ട് പെട്ടെന്ന് രുചികരമായി തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചാളമുളകിട്ടതാണ്. ഇനി അതിലേക്ക് 1 സ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി, ഒരു 2.5 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എരിവോട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ അടിപൊളി. ഇനി ഇതിലേട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വാളംപുളി അല്ല കേട്ടോ, കുടംപുളിയാണ്. അതൊന്ന് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളി പൊടികളും എല്ലാം ഒന്നങ്ങ് നന്നായി വഴൻ്റെ പച്ചമണമൊക്കെ ഒന്നങ്ങ് മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് പുളി വെള്ളം അതിലേട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. പണ്ട് ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വീട്ടിൽ കപ്പയൊക്കെ പുഴുങ്ങി വയ്ക്കുമ്പോൾ എൻ്റെ വല്യാപ്പ പെട്ടെന്ന് ഉണ്ടാക്കി തരണ നല്ലൊരു മുളകിയാറാണ് കേട്ടോ. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. വാപ്പ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യണ ആളാട്ടോ. അപ്പോൾ എൻ്റെ കുക്കിങ്ങിൻ്റെ ഒരു ഗുരു എന്ന് പറയണത് വാപ്പായായിരിക്കും. ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചതും എനിക്ക് ഈ കുക്കിങ്ങിനോടുള്ള താല്പര്യം ഇങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടം വരാനൊക്കെ കാരണം എൻ്റെ വല്യാപ്പായാണ് കേട്ടോ. അപ്പോൾ വല്യാപ്പ പെട്ടെന്ന് തയ്യാറാക്കുന്ന നല്ലൊരു അടിപൊളി മീൻ മുളകിട്ടതാണ് കേട്ടോ. അന്നൊക്കെ ഏറ്റവും കൂടുതൽ വീട്ടിൽ മേടിക്കണത് ഈ കുഞ്ഞമ്മത്തികളായിരിക്കൂലേ. അപ്പോൾ മത്തി കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോട്ടോ. ഇതെല്ലാം അങ്ങ് വഴണ്ട് സെറ്റായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പിട്ട് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായി തിളച്ച് മറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാവുള്ളൂ. അങ്ങനെ പിന്നെ എല്ലാം ഒന്നങ്ങ് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മത്തിയും കൂടെ ചേർത്ത് ഒന്നങ്ങ് ഒരു 5 മിനിറ്റ് അങ്ങ് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ അടിപൊളി മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ ചാള ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും തീർച്ചയായും ഈ കറിയും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് അങ്ങ് തിളച്ച് വരുമ്പോഴേക്കും ചാറൊക്കെ ഒന്നങ്ങ് കുറുകി സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചാറ് നന്നായി അങ്ങ് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ ഒരു 2-3 ദിവസം കേടാകാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണേ. സിമ്പിളാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ ഫ്രണ്ട്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.